നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ്. ആക്ച്വലി ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്ന അതിൻ്റെ താഴത്താണ്. അവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയും നമ്മൾ ഇവിടെ എന്തുകൊണ്ട് എൻട്രി എടുത്തു എന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ വലിയൊരു ബൈയിങ് ഓർഡർ വരുന്നത് കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ വന്ന് ഓർഡർ പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് ഇത്രയും നമുക്ക് പ്രൈസ് തള്ളിയേക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ടും ഹ്യൂജ് ഓർഡർ വന്നതിന് ശേഷം നമ്മൾ ഓർഡർ ഇട്ടതുകൊണ്ടും പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് പിവോട്ടിൻ്റെ റെസിസ്റ്റൻസ് മുകളിലാണുള്ളത്, നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിന് മുകളിൽ. സോ ദാറ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നത് നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, അതിനെ ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്ന ഓരോ ബ്ലൂ ലൈൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതെല്ലാം ഇത് 1:1 ആണ്, ഇത് 1:2 ആണ്, ഇത് 1:3 ആണ്. അങ്ങനെ 1:4 വരെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിന് മുകളിൽ ക്ലോസിങ് തന്നാൽ നമുക്ക് 1:2 ഇവിടെയാണ് വരുന്നത്. അങ്ങോട്ടേക്ക് ട്രയൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്, നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ കാണിക്കുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ നെഗറ്റീവ് ആയിരുന്നു. ആ ക്യാൻഡിലാണ് നമ്മൾ ബൈയിങ് നടത്തിയേക്കുന്നത്. കാരണം ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും പർട്ടിക്കുലർ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ഓർഡർ അവിടെ വന്നിരുന്നു എന്നതുകൊണ്ടുമാണ്. രണ്ടാമത്തെ ക്യാൻഡിൽ പോസിറ്റീവ് ഡെൽറ്റയായി. എന്നിരുന്നാലും ക്യുമുലേറ്റീവ് ഡെൽറ്റ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ അഗ്രസീവ് ബൈയിങ് നടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഓർഡേഴ്സിൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഓർഡറുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് പ്രൈസും മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഇൻഡെക്സ് നിഫ്റ്റി 50 ഈ ഓർഡർ ബ്ലോക്കിനുള്ളിൽ സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സപ്പോർട്ട് കിട്ടുന്നതിനൊരു കാരണമുണ്ട്. ഇത് പിവോട്ട് ലൈനാണ്. താഴത്തൊരു സപ്പോർട്ട് ലെവൽ 1 പിവോട്ടിൻ്റെ സപ്പോർട്ടും താഴത്ത് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഇനി പോകേണ്ടത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്കാണ്. ആ ലെവലിലേക്ക് തന്നെ നമ്മുടെ സ്റ്റോക്ക് മൂവ് ചെയ്താൽ നമുക്കിവിടെ അറ്റ്ലീസ്റ്റ് 1:2 3 4 ഒക്കെ ഇന്ന് കിട്ടുമോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 1:3 എങ്കിലും ടച്ച് ചെയ്യും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. 256.50 പ്രീവിയസ് ഡേ ഹൈ. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ഓർഡർ വരുന്നതിൽ അഗ്രസീവ് ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ പർട്ടിക്കുലർ പോയിന്റിൽ കാണിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ അത് ബൈയിങ് സൈഡാണ് കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ നെറ്റ് ഡെൽറ്റ വളരെയധികം പോസിറ്റീവാണ്. ഒരു 50% അഗ്രഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് സെല്ലേഴ്സ് അവിടെ വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും ഈ ക്യാൻഡിൽ അവസാനിക്കാൻ ഏകദേശം 2 മിനിറ്റോളം ഉണ്ട്, സമയം ഇനി ഉണ്ട്. മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള സെല്ലേഴ്സിൻ്റെ പ്രഷർ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഗ്രസീവ് സെല്ലിംഗ് നല്ല രീതിയിൽ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും അറിയാലോ, ഇതൊരു വടംവലി പോലെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ആ ഒരു ഓപ്ഷൻ വടംവലിയിൽ നമുക്കിനി ആരാണ് മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് എന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ അറിയാൻ പോകുന്നത്. അത് കുറച്ച് സമയം, ചിലപ്പോൾ 5-10 മിനിറ്റ് നീണ്ടു നിന്നേക്കാം. അപ്പോൾ ഈ സെല്ലേഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് ബയ്യേഴ്സിന് പ്രൈസിനെ മുകളിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്കിന്ന് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഫസ്റ്റ് 1 മിനിറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം വരുന്നതായിട്ടാണ് കാണുന്നത്. അത് ബൈയിങ് സൈഡിലേക്കുള്ള പ്രൈസ് മൂവ്മെൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ക്യാൻഡിലും പോസിറ്റീവ് ഡെൽറ്റ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ അങ്ങനെ അഗ്രസീവ് സെല്ലേഴ്സിൻ്റെ വോളിയം വളരെ കുറവാണെന്നാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. എന്താണ് സംഭവിക്കുകയെന്ന് അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് പോകുക എന്നതാണ് നമ്മുടെ ആവശ്യം. കാരണം നമ്മൾ എൻട്രി എടുത്തേക്കുന്ന ആ രീതിയിലായതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അതിന് പ്രതീക്ഷിച്ചിരിക്കുന്നു. വളരെ നല്ല അഗ്രസീവ് മൂവ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈയെ നല്ല വോളിയത്തിൽ തന്നെയാണ് അത് കട്ട് ചെയ്ത് പോകുന്നത്. 16,270 വോളിയം ഇപ്പോൾ ജസ്റ്റ് മുന്നേ വന്നിരുന്നു.
അപ്പോൾ നല്ല രീതിയിൽ അത് മുകളിലേക്കൊരു ബ്രേക്ക് തരുന്നു എന്നാണ് കാണുന്നത്. ഭയങ്കര അഗ്രസീവ്നെസ് ഈ ഒരു ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ 1:2 എന്ന് പറയുന്നത് തന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. അവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സ് വരേണ്ട ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. എന്നിരുന്നാൽ പോലും അതിനെ ബ്രേക്ക് ചെയ്ത് പോകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രൈസ് തരുന്നത്. അവിടെ സെല്ലേഴ്സ് വരുന്നുണ്ട്, എന്നിരുന്നാൽ പോലും അത് വലിയ വോളിയമായിട്ടൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതോടുകൂടെ നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ സെല്ലിംഗ് വോളിയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 1:2 അച്ചീവ് ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും നമ്മളവിടെ റിസ്ക് എടുക്കുവാണ്. നമ്മൾ ട്രailing സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച അതേ പൊസിഷനിൽ കീപ്പ് ചെയ്യുവാണ്. എന്തായാലും മാർക്കറ്റ് അവിടെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് അവിടെ കട്ട് ചെയ്ത് കയറാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ റിസ്ക് റിവാർഡ് എടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പതുക്കെ അതിൻ്റെ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിന് നല്ലൊരു മുന്നോട്ട് പോക്ക് നടത്തിയാൽ അതൊരു പക്ഷേ നമുക്കും നല്ലൊരു മൂവ് തന്നേക്കാം നമ്മുടെ സ്റ്റോക്കിലും. പിന്നെ ഒരാളുടെ കമൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആൾ ചോദിച്ചത് ഇതായിരുന്നു: നമ്മൾ ഈ കാണുന്ന പൊസിഷൻ മാർക്ക് ചെയ്തേക്കുന്ന ടൂള് ഏതാണ് എന്നാണ് ആൾ ചോദിച്ചത്. ആളോട് പറയാനുള്ളത് ഇതൊരു പർട്ടിക്കുലർ ടൂളൊന്നുമല്ല കേട്ടോ. നമ്മൾ ആ ടൂൾ യൂസ് ചെയ്യുന്നതല്ല, മറിച്ച് ഫയേഴ്സിൽ നമ്മൾ ഓർഡർ ഇടുമ്പോൾ ആ ഓർഡർ എടുത്തത് നമുക്ക് ഏത് പ്രൈസിനാണ് കിട്ടിയെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർ കാണിക്കുന്നതാണ്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് അവർ നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ, നമ്മളുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നതൊക്കെ അതിനുള്ളിൽ തന്നെ എഴുതി കാണിക്കും. ഇത് ഈ ഫയേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ബൈ ഡിഫോൾട്ടുള്ള സെറ്റിംഗ് ആണ്, നമ്മളായിട്ടൊന്നും ടൂൾ യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുവാണെങ്കിൽ അത് എവിടെയാണ് വെച്ചേക്കുന്നത്, ഇനി അത് ട്രയൽ ചെയ്യണമെങ്കിൽ ഇതിൽ ഡ്രാഗ് ചെയ്ത് നമുക്കിതിനെ വലിച്ചെടുത്ത് മുകളിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഫയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ഗുണങ്ങൾ, ചെറിയതെന്നല്ല, ഈ ചെറിയ മാറ്റം ഒരുപക്ഷെ വലിയ ഒരു കംഫർട്ട് നമുക്ക് തരുന്നതാണ്. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഫയേഴ്സ് കുറച്ചും കൂടെ, ഇപ്പോൾ സെറോദ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ, കുറച്ചും കൂടി ഇത് അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജിക്കലാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ്, ഇതൊരു ടൂളല്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബയ്യിങ് സൈഡിലേക്ക് നല്ല വോളിയം അതിനുശേഷം വന്നിട്ടുണ്ട്. 256-55 നമുക്ക് കാണാം വലിയൊരു ഓർഡർ പഞ്ചായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിലിൽ 33% അഗ്രസീവ് സൈഡ്, ബയ്യിങ് സൈഡാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ സെല്ലിംഗ് വോളിയം അവിടെ വരുന്നുണ്ട് എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി അത് വീക്കാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ അതൊരു ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ കൺസോൾട്ടേഷൻ ഒരു പക്ഷേ എടുത്താൽ അത്ഭുതപ്പെടാനില്ല. ആ കൺസോൾട്ടേഷന് ശേഷമായിരിക്കാം അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് പോവുക. നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം പ്രീവിയസ് ഡേ ക്ലോസിങ്ങിനോട് അടുക്കുവാണ്. നിഫ്റ്റി 50ക്കും ഒരു പക്ഷേ അവിടെ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇന്നൊരു ഇതിനെ, ഈ ഓർഡർ ബ്ലോക്കിനെ കട്ട് ചെയ്തൊരു ക്ലോസിങ് തരുമോ ഇല്ലയോ, നമുക്കിവിടെ 1:3 ആണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് മാർക്കറ്റ് വരുമോ ഇല്ലയോ എന്നതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത്. അതർവൈസ് ചിലപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ പോലും കൊടുക്കാൻ തയ്യാറായേക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ചാർട്ടിൽ ഒരു റെഡ് ഡോട്ടഡ് ലൈൻസ് നമ്മൾ ഒരു 3 ഡ്രോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇവിടെ നമ്മൾ ഈ ഒരു ടൂൾ എടുത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ വരുന്ന ഇതാണ് മാർക്കറ്റ് പ്രൊഫൈൽ. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ഹൈ ആണ് നമ്മൾ ഈ മുകളിൽ അടയാളപ്പെടുത്തിയേക്കുന്ന ഡോട്ടഡ് റെഡ് ലൈൻസ്. അതുപോലെ ഇത് പോയിൻ്റ് ഓഫ് കൺട്രോൾ, ഇന്നലത്തെ ദിവസത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ആണ് ഇവിടുത്തെ ഡോട്ടഡ് ലൈൻസ്. വാല്യൂ ഏരിയ ലോ ആണ് നമ്മൾ താഴത്തെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോഴും നമുക്കിവിടെ കാണാം ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയെ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് പോയേക്കുന്നത്. പോയിൻ്റ് ഓഫ് കൺട്രോളും ഇവിടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഇവിടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മുകളിൽ പോയി ക്ലോസിംഗ് തന്ന് വളരെ നേരം മുകളിൽ നിന്നു എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വാല്യൂ ഏരിയ ഹൈ, പ്രീവിയസ് ഡേ വാല്യൂ ഏരിയ ഹൈ ഇവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്ന് പറയാം. നമ്മളുടെ ഓർഡർ ഫ്ലോ ചാർട്ടിലേക്ക് വന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് 1:1 മുകളിൽ അത്യാവശ്യം നല്ല സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഡെൽറ്റ ഇപ്പോഴും പോസിറ്റീവാണ്.
അപ്പോൾ കണ്ടിന്യൂസ്ലി ഫസ്റ്റ് ക്യാൻഡലിന് ശേഷം ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഡെൽറ്റ പോസിറ്റീവാണ്. ക്യുമുലേറ്റീവ് ഡെൽറ്റ ഇപ്പോൾ നെറ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ വീണ്ടും അതൊരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്, നല്ല സെല്ലേഴ്സ് വരേണ്ട ഏരിയ ആണ്. എന്നിരുന്നാൽ പോലും ഡെൽറ്റ ഇപ്പോഴും പോസിറ്റീവ് കാണിക്കുന്നു എന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. മാർക്കറ്റ് അവിടെ നല്ലൊരു ഫോള് നമുക്ക് തരുന്നത് കാണാം. നമ്മൾ 1:2 ഓൾറെഡി അച്ചീവ് ചെയ്തിരുന്നതാണ്. അവിടെ നിന്നാണ് നമ്മളത് എടുക്കാതെ ഇപ്പോൾ ചിലപ്പോൾ ലോസിലേക്ക് വരെ നമ്മൾ പോയേക്കാം. നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാലും ഡേ ലോയിലേക്ക് അത് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ക്യാൻഡലിൻ്റെ 100% ബൈയിങ് സൈഡ് വോളിയമേ വന്നിട്ടില്ല ഈ ക്യാൻഡൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. ഇപ്പോഴാണ് ബയേഴ്സ് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസൻ്റ് ആയേക്കുന്നത്. അത്യാവശ്യം നല്ല വോളിയത്തിൽ തന്നെ ബയേഴ്സും കയറി വരും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. കുറേ നേരമായി നമുക്കിവിടെ കാണാം കണ്ടിന്യൂസ്ലി 1 2 3 4 5 ക്യാൻഡിലുകൾ ഗ്രീൻ വെച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെഡ് ക്യാൻഡിൽ വരേണ്ട സമയമുണ്ട്. അത് റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ നെഗറ്റീവിലേക്കും പോകാൻ പോവുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡെൽറ്റ ഈ ക്യാൻഡലിൻ്റെ നെഗറ്റീവാണ്. 64% അഗ്രസീവ് സെല്ലേഴ്സ് അവിടെ പ്രസൻ്റ് ആണ്. മാർക്കറ്റ് നമ്മുടെ എൻട്രി പോയിൻ്റ് തൊട്ടടുത്തേക്ക് വരെ വന്നതിന് ശേഷം വീണ്ടും റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അതായത് നല്ല രീതിയിൽ നെഗറ്റീവ് ഡെൽറ്റ ഉണ്ടായിരുന്ന ഈ ക്യാൻഡിൽ അതിപ്പോൾ നെഗറ്റീവ് പെർസെൻറ്റേജ് ഓഫ് നെഗറ്റീവ് കുറഞ്ഞു വരുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബയേഴ്സ് നന്നായിട്ട് അവിടെ വന്നിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം ഇതൊന്ന് റിവേഴ്സായി വരാനായിട്ട്. നമ്മൾ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ അത് ഡേ ലോയെ വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് അവിടെ നെഗറ്റീവിലേക്ക് പോയിക്കഴിഞ്ഞാൽ അത് അവിടെ പ്രശ്നമാകാനും നമ്മളെയും അത് ബാധിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഈ ക്യാൻഡിലിൽ ആ പ്രൈസ് കാണാം 256.15 1 ലക്ഷത്തിന് മുകളിൽ 1 ലക്ഷമാണോ 10 ലക്ഷത്തിന് മുകളിൽ ഓർഡർ അവിടെ പഞ്ചായിട്ടുണ്ട്. 10 ലക്ഷമാണ് കേട്ടോ. സോ ദാറ്റ് ആ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ഒരു പക്ഷേ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയേക്കാം എന്നൊരു സാധ്യതയാണ് നമുക്കവിടെ തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ കണ്ടോ 1 മില്യൺ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ 97% അഗ്രസീവ് ബൈയിങ് ആണ് കാണിച്ചേക്കുന്നത്. വേറൊന്നുമല്ല, ആ ഒരൊറ്റ ഓർഡറാണ് കേട്ടോ. സോ ദാറ്റ് ഇതിനി ഇന്നത്തെ ഒരു സപ്പോർട്ട് ലെവൽ പോലെ 256.15 ഒരു പക്ഷേ മാറിയേക്കാം. നമുക്കറിയത്തില്ല കേട്ടോ, നമ്മളിതിനകത്ത് അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് അല്ല. നമ്മുടെ തോന്നലുകൾ പറയുന്നു എന്നേ ഉള്ളൂ. അത് ഒരേ സമയം ശരിയാകാനും തെറ്റാകാനുമുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സൈഡിലേക്ക് നമുക്ക് വലിയൊരു നമ്മളിപ്പോഴും നമ്മളുടെ 1:2 തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. ഒരു പക്ഷേ ഇതൊരു മണിപ്പുലേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ അവർ ബൈ ചെയ്ത് കാണിച്ചു. അതിന് ശേഷം ഇനി അതേ 10 ലക്ഷം ഇവർ തിരിച്ച് സെല്ല് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് പോരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ സമയം പലതും സംഭവിക്കാം. അവരെന്താണ് അത്രയും ബൈ ചെയ്തേക്കുന്ന ആൾക്കാർ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യും. അതർവൈസ് ഈ ചാർട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്, നമ്മൾ കാഴ്ചക്കാർ മാത്രമാണ്. നല്ലൊരു ക്യാൻഡലോടുകൂടെ നമ്മൾ വീണ്ടും 1:2 എത്തിയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ സെക്കൻഡുകൾക്കുള്ളിൽ ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ തന്നെയാണ് കാണുന്നത്. വോളിയം അവിടെ നല്ല രീതിയിൽ ബൈയിങ് സൈഡ് കയറി വരുന്നത് നമുക്ക് കാണാം. പ്രൈസ് അതിനനുസരിച്ച് നന്നായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ദ ഓർഡർ ബ്ലോക്കിനകത്ത് ആദ്യമായി നമുക്കൊരു ക്ലോസിംഗ് അവിടെ കിട്ടിയിട്ടുണ്ട്. എനിവേ ഇനി നമുക്ക് വേണമെങ്കിൽ 1:1 തൊട്ട് മുകളിലേക്ക് ട്രയലിംഗ് ആരംഭിക്കാവുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് വലിയ റിസ്ക് റിവാർഡ് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടാൽ ഈ 1 പോർഷൻ മാത്രമേ നഷ്ടപ്പെടാൻ പോകുന്നുള്ളൂ. പക്ഷേ നമുക്ക് 3 or 4 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 2-3 ദിവസത്തേക്ക് സ്റ്റോപ്പ് ലോസിനെ പേടിക്കാതെ ട്രേഡ് ചെയ്യാനുള്ള അത്രയും പോർഷൻ നമുക്ക്
പ്രോഫിറ്റായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കുറച്ച്, കാരണം മാനസിക ധൈര്യം കൂട്ടണമെങ്കിലും ക്ഷമ കൂട്ടിയെടുക്കണമെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അത് നമുക്കിവിടെ ചെയ്തേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ, ആ മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ ഡേ ഹൈയിൽ തന്നെ നിൽക്കുവാണ്. വോളിയം അത്യാവശ്യം കയറി വരുന്നുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഡെൽറ്റയും നല്ല രീതിയിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഫാസ്റ്റ് മൂവ്മെൻറ്റ് അവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ നിഫ്റ്റി 50 അതതിൻ്റെ ഡേ ഹൈ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ലക്ഷണങ്ങൾ എന്ന് പറയാം. അങ്ങനെ ഫൈനലി നമ്മളുടെ ആ ഡേ ഹൈ നല്ല രീതിയിൽ അത് ബ്രേക്ക് ചെയ്യുന്നു എന്ന ഒരു തോന്നലാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. തോന്നലല്ല, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് തോന്നുന്നത്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണ്. നിഫ്റ്റി 50 പക്ഷേ അങ്ങനെ ഒരു ബ്രേക്ക് അവിടെ നടത്തിയിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഡേ ഹൈയിലാണ്, 257.25. കഴിഞ്ഞ 2 ക്യാൻഡിലുകളിൽ നെഗറ്റീവ് ഡെൽറ്റ വന്നിരുന്നു. അതിനുശേഷം ഈ ക്യാൻഡിൽ വീണ്ടും പോസിറ്റീവായി ഡെൽറ്റ കലാശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് അവിടെ തീർന്നോ ഇല്ലയോ, നല്ലൊരു ബുദ്ധിമുട്ട്, ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ നടത്തിയിരുന്നു. സോ ദാറ്റ് അവിടുന്ന് ഇനി പോകാനാണെങ്കിൽ സ്മൂത്തായിട്ട് പോകണം എന്നതാണ് നമുക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ ചിലപ്പോൾ അവിടുന്ന് നമുക്ക് റിവേഴ്സൽ മാർക്കറ്റ് പോന്നേക്കാം, നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നേക്കാം. എന്തായാലും നമ്മൾ ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. അതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ നിന്ന് നല്ലൊരു ഫോൾ വന്നിട്ടുള്ള ഏരിയയാണ്. ഒപ്പം തന്നെ മാർക്കറ്റ് ഇവിടെ അതിൻ്റെ പ്രീവിയസ് ഡേയിലുമൊക്കെ റെസിസ്റ്റൻസ് നന്നായിട്ട് ഫീൽ ചെയ്ത ഏരിയയാണ്. നമ്മൾ ആക്ച്വലി ഓർഡർ ബ്ലോക്ക് വെച്ചേക്കുന്ന നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് അതിൻ്റെയൊക്കെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് പോയാൽ, അതായത് 258.65 കട്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് വോളിയത്തോടു കൂടെ മുകളിലേക്ക് പോയാൽ മാത്രമേ അങ്ങോട്ട് എത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങോട്ടത് എത്തുമോ ഇല്ലയോ മുതലായ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദിവസം തൊട്ടാണ് ആ ഒരു ഡൗൺവേഡ് സ്റ്റാർട്ടിങ് വന്നേക്കുന്നത്. സോ മാർക്കറ്റ് അവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, നല്ല പോസിറ്റീവ് ഡെൽറ്റ കാണിക്കുന്നു എന്നതാണ്. കൊള്ളാം, ബൈയിങ് സൈഡിലേക്ക് നല്ല വോളിയം വരുന്നുണ്ട്. നമ്മളുടെ 1:3 വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം 258.5 257.55 നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 400 ടച്ച് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ മാസത്തെ പ്രോഫിറ്റ് 6% ആണ്. ഇനി ഒരു 400 രൂപ പ്രോഫിറ്റ് ഇവിടെ ആഡ് ഓൺ ആയാൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തേതുപോലെ 14% പ്രോഫിറ്റിലേക്ക് ഈ മാസം എത്താനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുവാണ്. മാർക്കറ്റ് അവിടെ റിജക്ഷൻ നേരിടുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പക്ഷേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നടക്കുന്ന സെല്ലിങ്ങിൻ്റെ കാരണം കുറേ പേരുടെ 1:2 ആയിരിക്കും, ഇത് കുറേ പേരുടെ 1:3 ആയിരിക്കാം. അതായത് നമുക്കറിയാം, ഇവിടുന്ന് ലോവർ സൈഡിൽ നിന്ന് എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരെ എത്തുമ്പോൾ അവർക്ക് ഏകദേശം 1:3 എബോ ആകുന്നുണ്ട്. അപ്പോൾ 1:3 ഈ ഒരു ഏരിയയിലേക്ക് വരും. ഇനി കുറച്ചും കൂടെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ സംവേർ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ 1:2 ആകും. അപ്പോൾ ഇവരൊക്കെ സെല്ലിങ് അതിനനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെതൊക്കെ ആവാം ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന സെല്ലിംഗ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തിന് ശേഷം മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടത്തിയേക്കാം. അപ്പോൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചധികം നേരമായി മാർക്കറ്റ് അങ്ങനെ തന്നെ ഒരു മൊമെൻറ്റം ഇല്ലാതെ നിൽക്കുവാണ്. സ്റ്റിൽ അത് നമ്മളുടെ ഡേ ഹൈയിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ് ആശ്വാസം. അപ്പോൾ
ഡേ ഹൈ എന്ന് പറയുന്നത് 257.55 ഈ ക്യാൻഡലിൻ്റെ ഹൈയും അത് തന്നെയാണ്. സെക്കൻഡ് ടൈം ക്യാൻഡിൽ അവിടെ ചെന്നിരിക്കുകയാണ്. സോ ദാറ്റ് ഇതിന് നല്ലൊരു മൂവ് മുകളിലേക്ക് കിട്ടിയാൽ നമുക്ക് ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും ഡേ ഹൈയിലേക്ക് അത് വരുവാണ്. വലിയ ദൂരമൊന്നുമില്ല എങ്കിൽ പോലും അത് ഭയങ്കര സ്ലോ ആണ് മാർക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ക്യാൻഡിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ഡെൽറ്റയാണ് കാണിക്കുന്നത്. അങ്ങനെ മാർക്കറ്റ് ഡേ ഹൈയെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുന്നിലേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ്. സെയിം ടൈം അവിടെ നല്ല വോളിയം തന്നെ അത്യാവശ്യം ബൈയിങ് സൈഡ് വരുന്നുണ്ട്. ഡെൽറ്റ നല്ല രീതിയിൽ പോസിറ്റീവാണ്. സോ നമുക്ക് ഇനി നമ്മളുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 1:2 ഈ ഒരു ക്യാൻഡലിൻ്റെ 256.85 നമ്മൾ 80 നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുവാണ്. ഇനി മാർക്കറ്റ് ഒരുപക്ഷെ അവിടെ നിന്ന് റിവേഴ്സ് ആയാലും നമുക്കിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നു. കാരണം ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസിങ് തരിക, എന്നിട്ട് തിരികെ വരാതെ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവിടെ ഇത്ര നേരം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു എന്നതുകൊണ്ട് അതിനെന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1:4 ഇത് ചെല്ലുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. സ്റ്റിൽ നമ്മുടെ നിഫ്റ്റി 50 ഇവിടെ കാണാം. അതങ്ങോട്ടേക്ക് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചധികം സമയമായി സാധിക്കാതെ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റോക്ക് സ്റ്റിൽ ബൈയിങ് മൊമെൻറ്റം കാണിക്കുന്നു. ഇനിയിപ്പോൾ അത് എങ്ങോട്ട് പോയാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് കിട്ടാനുള്ള അറ്റ്ലീസ്റ്റ് 1:2 എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്രയും മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് അവിടെ ട്രയൽ ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും മറ്റൊന്നുമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ 1:3 തൊട്ടടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 1:3 ഉള്ളത് 258.5 മാർക്കറ്റ് അങ്ങനെ ഡേ ഹൈ 257.90 നിൽക്കുന്നു. അങ്ങനെ ഫൈനലി മാർക്കറ്റ് 258 ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 1:3 എന്ന് പറയുന്നത് 258.5 ഇവിടെ നല്ലൊരു മൂവ് മുകളിലേക്ക് തരികയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നമ്മളങ്ങനെയാണ് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡലിൻ്റെ ലോയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ 1:3 മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ക്യാൻഡിലുകളെ അപേക്ഷിച്ച് നല്ല വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിൽ നെഗറ്റീവ് ഡെൽറ്റ ആയിരുന്നെങ്കിൽ ഇത് പോസിറ്റീവ് ഡെൽറ്റ, അത് അത്യാവശ്യം നല്ല പോസിറ്റീവിലേക്ക് വരുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും സമയം തീരുകയാണ്. ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. സോ നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ലോയിലേക്ക് ട്രയൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ് 2.5 കിട്ടും. പക്ഷേ അങ്ങോട്ട് ചെയ്താൽ അതിപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് എടുത്ത് പോരുന്നതിന് തുല്യമായിരിക്കും. കുറച്ച് നേരം കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. കിട്ടുന്നെങ്കിൽ ഹയർ റിസ്ക് റിവാർഡ് കിട്ടട്ടെ. നമ്മളിപ്പോൾ 1:4.5 നമ്മളുടെ ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ കൂടുതൽ നമ്മൾ ഇന്ന് റിസ്ക് റിവാർഡ് എടുക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. അതല്ല താഴത്തേക്ക് പോരുവാണെങ്കിൽ നമ്മളെന്തായാലും ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് 1:2 നമ്മൾ പോരുന്നുണ്ടാവും. അപ്പോൾ നിഫ്റ്റി 50 ഓൾറെഡി അതിൻ്റെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക എന്നത് നമുക്കറിയത്തില്ല. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ചെറിയൊരു കാഴ്ചകൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസിങ് തന്നു. അതിനുശേഷം താഴത്തേക്ക് തിരികെ പോരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഓർഡർ ബ്ലോക്കാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് താഴത്തേക്ക് പോരാൻ സാധിക്കുന്നില്ല എന്നൊരു സംഭവം അവിടെ ഉണ്ട്. എന്നാൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകാനും പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ പിവോട്ട് പോയിൻറ്റ്സിൽ R1ൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ R1 എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് പിവോട്ട് പോയിൻ്റ് നോക്കി ട്രേഡ് ചെയ്യുന്ന കുറച്ചധികം പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അവർ സെല്ല് ചെയ്ത് കംപ്ലീറ്റ് തീരുന്നത് വരെ ഇതിവിടെ നിൽക്കും. ഇനി ഈ പിവോട്ട് പോയിൻറ്റും ഓർഡർ ബ്ലോക്കിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ പേഴ്സണലി നമുക്ക് തോന്നുന്നത് പിവോട്ട് പോയിൻറ്റ്സിനേക്കാളും ഈ R1ൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ സപ്പോർട്ടിന് അവിടെ വെയിറ്റേജ് കൂടുതൽ കിട്ടും എന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. കാരണം മറ്റൊന്നുമല്ല, ഈ ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണില്ലേ, കുറച്ചധികം പണമുള്ളവർ, ബിഗ് മണിയാണ് ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് അതിനുള്ള വെയിറ്റേജ് ഒന്നും ഒരിക്കലും പിവോട്ട് പോയിൻറ്റിന് കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, റെഡ് ക്യാൻഡിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഡെൽറ്റ പോസിറ്റീവാണ്. 60,000K വോളിയം ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് സെക്കൻഡുകളേ ഉള്ളൂ. പക്ഷേ ഡെൽറ്റ സ്റ്റിൽ പോസിറ്റീവാണ്. അപ്പോൾ അതുതന്നെയാണ്. അപ്പോൾ ബിഗ് മണി ആണ് ഓർഡർ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിവോട്ട് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സംതിങ് കാൽക്കുലേഷൻ ബേസ് ചെയ്ത് എടുക്കുന്ന ലൈൻസുകളാണ്. സോ ദാറ്റ് അതിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് നമുക്ക് തോന്നുന്നത് ഓർഡർ ബ്ലോക്കിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. മുകളിലേക്ക് 1:4 ഉണ്ട്, ഇത് 1:3 ആണ്. അപ്പോൾ നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വീണ്ടും ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചധിക സമയമായി മാർക്കറ്റ് ഡേ ഹൈയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. അവിടുന്ന് ഇനി മുകളിലേക്ക് പോകത്തില്ലേ എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ. അവിടെ R1ൻ്റെ റെസിസ്റ്റൻസ് അല്ലാതെ മറ്റൊന്നും നമ്മൾ ആക്ച്വലി കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡലിൻ്റെ ഡെൽറ്റ നല്ല രീതിയിൽ പോസിറ്റീവാണ്. ക്യാൻഡൽ ക്ലോസ് ചെയ്യാൻ ഇനി 1 മിനിറ്റും കൂടെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം, ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇനിയിപ്പോൾ കടത്തി വെക്കാനാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഒരു 2.5 ട്രയൽ ചെയ്യാന്നുള്ളതാണ്. റിസ്ക് റിവാർഡ് 2.5 ഈ സ്വിംഗ് ലോയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നുമില്ല. എന്നാലും അങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ ഡേ ഹൈ പുതുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം, ഇവിടെ 16,000ൻ്റെ ഒരു വോളിയം, പിന്നെ ഇവിടെ 24,000, അങ്ങനെ ഹ്യൂജ് വോളിയവും കൂടെ ആ സൈഡിലേക്ക് വരുന്നുണ്ട്. ഡെൽറ്റ നല്ല രീതിയിൽ പോസിറ്റീവ്. അപ്പോൾ നമ്മളുടെ 1:4 ടച്ച് ചെയ്യുമ്പോൾ ഇനി മുതൽ നമ്മൾ 1:3 അങ്ങനെ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് 1:3 ട്രയൽ ചെയ്യാം എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. കാരണം വോളിയം കയറി വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഒപ്പം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുമ്പോഴും നമുക്കതൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. എനിവേ 1:3 ആണത് എന്നതുകൊണ്ട് തന്നെ അവിടുന്ന് തിരികെ പോന്നാൽ നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ചുണ്ട് എന്ന തോന്നലിൻ്റെ പുറത്താണ്. പ്ലസ് ഇവിടെ ഇതൊരു നമുക്കറിയാം R1നെ കട്ട് ചെയ്ത് ക്ലോസിങ് തന്നതാണ്. എന്നിട്ടാണ് മാർക്കറ്റ് അവിടെ നിൽക്കുന്നത്. സോ ദാറ്റ് അവിടുന്ന് ഒരു റിവേഴ്സ് പോന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് നമ്മൾ 1:3 അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വേണ്ട, 1:3 തന്നെ നമ്മളങ്ങ് തികച്ച് വെക്കുകയാണ്. നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്ത് 3ൽ ഇന്ന് അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കും. ഓക്കെ, ഇനിയിപ്പോൾ 1:3 അല്ലെന്നുണ്ടെങ്കിൽ 1:4.5 മേളിലിട്ടേക്കുന്ന ടാർഗറ്റ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ട്രിഗർ ആയാൽ മതി. നമ്മളങ്ങനെ എക്സിറ്റ് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത്. അപ്പോൾ അത് ട്രിഗർ ആകുവാണെങ്കിൽ നമുക്കത് കണ്ടേക്കാം. പിവോട്ട് പോയിൻ്റ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു തിരികെ പോരുന്നു. 1:3 നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രailing വെച്ചിട്ടുള്ളത്. നമ്മുടെ ട്രailing സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ് 456 രൂപ. നമ്മൾ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 4.5% റിട്ടേൺ, 1.5% റിട്ടേൺ ആണ്.
അപ്പോൾ 1:3 നമ്മളത് അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓർഡർ വെച്ചത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജേർണലും കൂടെ എഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ജേർണൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിതുവരെ മൊത്തം 174 ദിവസം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നെറ്റ് റിസൾട്ട് വന്നേക്കുന്നത് നമ്മൾ 96 ദിവസം ലോസും 78 ദിവസം പ്രോഫിറ്റുമാണ്. അതായത് 44% വിൻ റേഷ്യോയിൽ നമ്മളുണ്ട്. ഇപ്പോൾ ഈ മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ 7 പ്രോഫിറ്റ് ഡേയ്സും 7 ലോസുമാണ്. സോ ദാറ്റ് 50% വിൻ റേഷ്യോയിൽ നമുക്ക് 763 നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 15% ROI. അപ്പോൾ ഇതുവരെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്ക് മൊത്തം തന്നേക്കുന്നത് 28 പ്രോഫിറ്റും 19 ലോസുമാണ്. സോ ദാറ്റ് 60%-നടുത്ത് അതിലും നമുക്ക് വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ അത് മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുവാണ്. നമുക്ക് കാണാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച ആ ക്യാൻഡിൽ ജസ്റ്റ് 5 പൈസയുടെ വ്യത്യാസത്തിലാണ് സ്റ്റോപ്പ് ലോസ് തന്നിട്ട് പോകുന്നത്. മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോയേക്കാം, നമുക്കത് അറിയത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും മറ്റുള്ള സ്റ്റോക്കുകൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നത് ഇന്നെങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ONGCയിലേക്ക് വന്നു കഴിഞ്ഞാൽ ONGC ഇവിടെ വലിയൊരു മൂവ് നടത്തിയതായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തി കുറച്ചും കൂടെ മുകളിലായിട്ട് അത് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് നിലവിലിത് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് 2% എബോവ്, അതായത് 1:4 എബോവ് അത് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ട്രailing സ്റ്റോപ്പ് ലോസ് വെച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താഴത്തു നിന്നാണ് അയാൾ എൻട്രി എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിവിടെ നമുക്ക് കാണാം ഇത് പ്രീവിയസ് ഡേ വാല്യൂ ഏരിയ ലോ ആണ്, അതിൽ ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇവിടെ നിന്നാണ് മൂമെൻറ്റം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ കിട്ടാവുന്നത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ വരെ 1:2 ആണ്. ഇതുവരെ ഇപ്പോൾ നെക്സ്റ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ 1:4 എക്സിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് എൻട്രി ചെയ്യുന്നവർക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ബാക്കിയുള്ള സ്റ്റോക്കുകളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. വിപ്രോയിലേക്ക് വരുമ്പോൾ വിപ്രോ താഴത്തെ ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ അത് ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിപ്രോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതൊക്കെ ചില വ്യത്യാസങ്ങൾ അവിടെയൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മൾ ഒന്ന് എന്താ പറയുക ഓർഡർ ഫ്ലോ ചാർട്ടും കൂടെ നോക്കിയെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഓർഡറുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1:2 അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നിലവിൽ 1:1 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. ഇനി NTPCയിലേക്ക് വരുവാണെങ്കിൽ NTPC വളരെ നല്ല മൂവാണ് കൊടുത്തായിട്ട് കാണുന്നത്. താഴത്തെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് 2 ഓർഡർ ബ്ലോക്കുകളെ മാർക്ക് ചെയ്തിരുന്നുള്ളൂ. കാരണം ഇത്ര വലിയൊരു മൊമെൻറ്റം അല്ലെങ്കിൽ മൂവ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഔട്ടർ സൈഡിൽ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പിന്നീട് മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:2 അതിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:5 ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ അത് നിൽക്കുന്ന ലെവലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:7 അല്ലെങ്കിൽ 8 വരെ അത് പോയിട്ടുണ്ട്. ഇവിടെ ഇതെങ്ങനെ നമുക്ക് ട്രയൽ ചെയ്ത് ക്യാപ്ചർ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്ത് ക്ലോസിങ് തന്നാൽ നമുക്ക് ഈ ക്യാൻഡലിൻ്റെ ലോയിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ആ ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്ത് അവിടെ കൊണ്ടുവന്ന് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 1:1.5 ആണ് റിസ്ക് റിവാർഡ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് പോയി ക്ലോസിങ് തരുന്ന ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിന് താഴത്തേക്ക് നമുക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. ആ ഓർഡർ ബ്ലോക്കിന് താഴത്തേക്കെന്ന് പറയുമ്പോൾ തന്നെ അത് 1:5 എത്തുന്നുണ്ട്. പിന്നെ 1:5 ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പോകുന്ന ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ എവിടെ വെച്ചാണോ ബ്രേക്ക് താഴത്തേക്ക് വരുന്നത് അവിടെ എക്സിറ്റ് എടുത്ത് പോരണമെങ്കിൽ പോരാം. കാരണം ഇന്നിത് നല്ല മൂവ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അങ്ങനെ ഇനി എവിടം വരെ പോകും എന്നൊന്നും നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് ആ കിട്ടിയത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോരാവുന്നതുമാണ്.
ഇല്ലെങ്കിൽ മുകളിലുള്ള നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. നമുക്കതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ്, അതായത് ഫെബ്രുവരി 1-ാം തീയതി, അതേപോലെ ജനുവരി 31 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയയിലാണ്. താഴത്തേക്ക് വന്നപ്പോൾ സപ്പോർട്ടായിട്ടുണ്ട്, മുകളിലേക്ക് പോയപ്പോഴൊക്കെ റെസിസ്റ്റൻസും ആയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കയറി മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഓൾറെഡി 1:5 ഇവിടെ വരെ നമുക്കുണ്ട്. പിന്നെ ഈ ഒരു റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡലിനെ എവിടെ വെച്ച് ബ്രേക്ക് എടുക്കുന്നോ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് പോരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇത്രയും പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവിടെ എക്സിറ്റ് എടുത്ത് പോന്നാൽ പോലും 1:7 അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് എക്സിറ്റ് പ്ലാൻ ബെറ്റർ ആക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്നലെ വരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് പവർ ഗ്രിഡിലാണ്. ഇന്ന് പവർ ഗ്രിഡിൽ അത്രയ്ക്ക് വലിയൊരു മൊമെൻറ്റം ഇല്ലെങ്കിൽ മറ്റൊരു സ്റ്റോക്കിൽ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള തോന്നലിൻ്റെ പുറത്ത് നമ്മൾ അത് മാറ്റിയതാണ്. അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ തോന്നലുകൾ നമ്മൾ ശരിയാകുന്നുണ്ടോ എന്നും കൂടെ നോക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ കാലത്ത് തന്നെ ഹിറ്റ് ചെയ്ത് അത് മുകളിലേക്ക് മൂവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സംവെയർ ഈ ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൽ ഇപ്പോൾ ഹിറ്റ് ചെയ്യുവാണ്. അത് 1:2 ആണ്. നേരാണ്. നമ്മളുടെ അവിടെ 1:3 എടുത്ത സമയത്ത് പവർ ഗ്രിഡ് ഓൾറെഡി 1:2.5 കൊടുത്തിട്ടുള്ളൂ. സോ ദാറ്റ് നമ്മൾ കരുതിയത് ഏകദേശം ശരിയായിട്ടുണ്ട്. പവർ ഗ്രിഡിൽ ഇന്ന് വലിയ മൊമെൻറ്റം വന്നിട്ടില്ല. ഓൾറെഡി ഇത് മൂവ് ചെയ്തേക്കുന്നത് ലോ ടു ഹൈ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 1.82% ഉള്ളൂ. എന്നാൽ നമ്മളിന്ന് ഓർഡർ എടുത്തിരുന്നത് BPCLലാണ്. BPCLിലെ ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ലോയിൽ നിന്ന് ഹൈ വരെ 2.28 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് 1:3 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുമുണ്ട്. സോ ദാറ്റ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഹൈ റിസ്ക് റിവാർഡുകൾ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള എങ്ങനെ അത് എടുക്കാം എന്നുള്ളത് ശനിയാഴ്ച ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ട്രയൽ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്തുകൊണ്ട് ഹൈ റിസ്ക് റിവാർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക് യു.